ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ്. നമുക്ക് വീട്ടിലെല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ളൊരു ബിരിയാണിയുടെ റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. ഫേസ്ബുക്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനിവിടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 500 ഗ്രാം ഫിഷാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ റൗണ്ട് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് കട്ടിക്ക് വേണം ഫിഷ് എടുക്കാൻ കേട്ടോ. കട്ട് ചെയ്തെടുക്കുമ്പോൾ എന്നാലേ നമുക്കതിങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോഴൊന്നും അങ്ങനെ പെട്ടെന്ന് ഉടഞ്ഞു പോകാണ്ടൊക്കെ നിൽക്കുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് കട്ടിക്ക് നോക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഫിഷ് എടുക്കുമ്പോൾ. ഇനി നമുക്കിതിൽ മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ അവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. കൈ വെച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതിയേ. ഉപ്പൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യുന്ന രീതിയിൽ വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാൻ. ഇനി അതിലേക്ക് നമുക്ക് ഇതുപോലെ ഫിഷ് അങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് അതെല്ലാ ഭാഗത്തേക്കും ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ആ ഒരു മഞ്ഞൾപ്പൊടിയും ഉപ്പും ചെറുനാരങ്ങയുടെ നീരും എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മീനൊക്കെ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സൈഡിലോട്ടങ്ങ് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള അരി ഒന്ന് അളന്നിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കൈമ റൈസാണ് എടുത്തിട്ടുള്ളത് ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട്. 250 ml കപ്പിന് 2.5 കപ്പാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ചിട്ട് അളവ് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുത്താൽ മതിയേ. അതങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണേ. വാഷ് ചെയ്തെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മാറ്റി വെക്കാം കേട്ടോ. പെട്ടെന്നൊന്ന് ആയി വരാൻ വേണ്ടിയിട്ട് വേവിച്ചെടുക്കുന്ന ടൈമിൽ. ഇനി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാനിതാ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മെൽറ്റായിട്ട് വന്നാൽ ഒരു 2 ടേബിൾ സ്പൂൺ ക്യാഷ്യൂ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതൊന്ന് ഏകദേശം ഇതുപോലെ റോസ്റ്റ് ആയിട്ട് വന്നാൽ പിന്നെ നമുക്ക് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതും കൂടി റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കോരിയിട്ട് മാറ്റി വെക്കാം. ഇനി അതിലേക്ക് തന്നെ നമുക്ക് ഒരു ഉള്ളി കേട്ടോ, അത്യാവശ്യം വലിപ്പമുള്ള ഒരു വലിയ ഉള്ളി ഞാൻ നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളറാക്കിയിട്ട് എടുക്കണേ. നല്ല പോലെ ഇതുപോലെ വഴറ്റിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. കളറൊക്കെ നല്ല പോലെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് അങ്ങ് കോരിയിട്ടെടുക്കാം. നമുക്ക് ലാസ്റ്റിലൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ആ ഒരു എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം. ഫിഷ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. വല്ലാണ്ട് ഫ്രൈ ആക്കി എടുക്കണ്ട. ജസ്റ്റ് ഒന്നങ്ങ് ഫ്രൈ ആക്കിയിട്ട് നമുക്ക് കോരിയിട്ട് മാറ്റി വെക്കണേ. ജസ്റ്റ് പെട്ടെന്ന് ഉടഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ചെയ്യുന്നത്. ജസ്റ്റ് ഫിഷ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. താഴ്ഭാഗം ഇതുപോലെ സെറ്റായിട്ട് വന്നാൽ ഒന്നങ്ങ് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഫിഷ് ഏകദേശം ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് പതുക്കെ അങ്ങ് കോരിയിട്ട് മാറ്റി വെക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. ഫിഷൊക്കെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് മാറ്റി വെച്ചാൽ പിന്നെ നമുക്കതിലേക്ക് മസാലക്കുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 വലിയ ഉള്ളി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം സൈസുള്ള വലിയ ഉള്ളിയാണ് കേട്ടോ 3 എടുത്തിട്ടുണ്ടായിരുന്നത്. അത് നന്നായിട്ട് വഴറ്റിയിട്ട് എടുക്കണേ. ഫസ്റ്റ് ഉള്ളി നല്ല പോലെ വഴന്ന് വരണം കേട്ടോ. അങ്ങനെ ആകുമ്പോഴേ നമ്മൾ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളേ. ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴന്ന് വരാൻ അതിൻ്റെ കൂടെ തന്നെ ഉപ്പും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ വഴറ്റിയെടുക്കണേ. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം വഴറ്റിയെടുക്കാൻ, നന്നായിട്ട് വഴന്ന് വരണേ. ഇനി അതിലേക്ക് നമുക്ക് ഒരു 2 മീഡിയം സൈസുള്ള തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരുന്നവരെ കുറച്ച് ടൈം നന്നായിട്ട് വഴറ്റിയിട്ടെടുക്കണേ. ഇനി ചോറ് വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഞാൻ തിളപ്പിക്കാനായിട്ട് മാറ്റി വെക്കാൻ കേട്ടോ. അപ്പോൾ ഒരു 10 കപ്പോളം വെള്ളം വെച്ച് തിളപ്പിക്കാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്.
അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു 8 പച്ചമുളകൊന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും അതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒക്കെ ചതച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി അതെല്ലാം കൂടെ നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചച്ചൊക്കെ പോകുന്ന വരെ കുറച്ച് ടൈം നല്ല പോലെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. അതൊക്കെ ഒന്ന് വഴന്ന് വന്നാൽ ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ കുറച്ച് ടൈം ഒന്നങ്ങ് വഴറ്റിയിട്ടെടുക്കാം. അതൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നാൽ ഇനി ഇതിലേക്ക് നമ്മൾ തൈരാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെ വേണം കേട്ടോ എടുക്കാൻ ഇതിലേക്ക്. അതും കൂടി അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ടൈം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ അപ്പോൾ ചോറ് വേവിച്ചെടുക്കാനുള്ള വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ തിളപ്പിച്ച് ഊറ്റിയിട്ടാണ് ചോറ് വെക്കുന്നത്, നെയ്ച്ചോറാക്കിയിട്ട് ഇടല്ല കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 4 പീസ് പട്ട എടുത്തിട്ടുണ്ട്, ഒരു 4 അല്ലെങ്കിൽ 5 ഗ്രാമ്പു, അതുപോലെ 4 ഏലക്കായ എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ അതുപോലെ തന്നെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ബേ ലീഫും ഒന്ന് പിച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ആവശ്യമായിട്ടുള്ളൊരു ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് കൊടുത്ത് കമ്മിയായി തോന്നാണ്ടെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരി കഴുകിയെടുത്തിട്ടുള്ളത് അങ്ങ് ഇട്ട് കൊടുക്കാം. വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വേവാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വേവായിട്ട് വരും. അപ്പോഴേക്ക് മസാല ഒക്കെ നന്നായിട്ട് ഇവിടെ കുക്കായിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു ടൈമിൽ ഒരു 2 അല്ലെങ്കിൽ 3 തണ്ട് കറിവേപ്പില ഇട്ട്, ഞാനിപ്പോൾ ഇവിടെ 2 തണ്ട് കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത്, അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു പിടി മല്ലിയുടെ ഇല ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് ടൈം ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടെ. ഇനി നമ്മൾ മസാലയിൽ വെള്ളം കമ്മിയായി തോന്നുന്നുണ്ടെങ്കിൽ ഒരു 1/4 അല്ലെങ്കിൽ അര കപ്പോ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ഫിഷ് കുറച്ച് ടൈം അതിലൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആ മസാലയിൽ ആ ഫിഷിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടുള്ളൂ. അങ്ങോട്ട് ഒഴിച്ച് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്നങ്ങ് ചൂടായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് നമുക്ക് ഫിഷ് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ ഈ ടൈമിൽ ഉപ്പോ എരിവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കമ്മി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണം കേട്ടോ നമ്മളിത് ഈ ടൈമിൽ ഫിഷ് ഇട്ട് കൊടുക്കാൻ. ഈ ഫിഷ് ഇട്ട് കൊടുത്താൽ നമ്മൾ വല്ലാണ്ട് ഇങ്ങനെ ഇളക്കിയിട്ട് എടുക്കില്ല, ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ടൊന്ന് ഇങ്ങനെ നമ്മൾ ആ ഒരു പാൻ പിടിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ആട്ടിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. അതാണ് നല്ലത്. മറ്റേത് മീൻ പെട്ടെന്നങ്ങ് ഉടഞ്ഞിട്ട് പോവേ. ഇനി ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. സ്പൂൺ ഇട്ടിട്ടൊന്നും ഇളക്കാൻ പാടില്ല. ഇനി അടച്ച് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് അവിടെ കിടക്കട്ടെ കേട്ടോ. അപ്പോഴേക്കും തന്നെ ഏകദേശം ആ ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ മസാലയിൽ നന്നായിട്ട് വന്നോളും. ഇടയ്ക്കിടയ്ക്ക് നമ്മളിതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാം. വീണ്ടും വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് അടിച്ച് വെക്കാം. വീണ്ടും ഒന്ന് അടിച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അല്ലേ, നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ കംപ്ലീറ്റ് കളഞ്ഞിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതാ ചോറൊക്കെ വെള്ളമൊക്കെ നന്നായിട്ട് കംപ്ലീറ്റ് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു മസാലയിലേക്ക് ആ റൈസ് അങ്ങ് ഇട്ട് കൊടുക്കാം. ലാസ്റ്റായിട്ട് ഒന്നും കൂടെ അതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് ചോറ് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചോറ് ഞാൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ ആക്കി എടുത്തിട്ടുള്ള ആ ഒരു ഉള്ളി ഉണ്ടല്ലോ, അതും ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് കാഷ്യും അതുപോലെ ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയുടെ ഇലയും കൂടെ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടിച്ച് വെക്കാം. അടിച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് വെക്കുക കേട്ടോ. തീ കൂടുതലുള്ളത് തോന്നുകയെന്നുണ്ടെങ്കിൽ താഴ്ഭാഗത്ത് തട്ടോ പാനോ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേണം പാന് വെച്ച് കൊടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. 10 മിനിറ്റ് ആകുമ്പോഴേക്കും നന്നായിട്ട് ദമ്മായിട്ട് കിട്ടുക. അപ്പോൾ 10 മിനിറ്റൊക്കെ ആയപ്പോഴേക്കും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് കൊട്ടിച്ചാൽ മതി.
അപ്പോൾ അത് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ബിരിയാണി ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ചൂടാണ്, നല്ല സ്മെല്ലും വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നിന്ന് ആ റൈസൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. അതിന് ശേഷം നമ്മുടെ ഫിഷും മസാലയും കൂടെ മാറ്റിയെടുക്കുക കേട്ടോ. എന്നിട്ട് ആ പാനിലേക്ക് ഇട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്നായിട്ടൊന്നങ്ങ് റൈസ് മിക്സ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ രീതിയിൽ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അത് ചെയ്തെടുക്കുന്ന ഇവിടെ കാണിക്കുന്നില്ല, അങ്ങനെ ചെയ്തെടുത്താൽ മതി. ഒന്നുകൂടെ അങ്ങനെ ആകുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, വളരെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.